ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലസ് വൺ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് മാറ്റർ, എന്താണ് ആറ്റം, അല്ലെ ആ ഒരു കുറച്ച് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചാപ്റ്ററിനെ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. സോ സം ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാറ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസസ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ, എംപിറിക്കൽ ഫോർമുല, സ്റ്റോയിക്കോമെട്രി, റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. സോ ഈ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷനകത്ത് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മൊളാരിറ്റി, മൊളാലിറ്റി, ഫോർമാലിറ്റി, മാസ് പെർസെൻറ്റേജ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷനകത്ത് വരുന്നത്. പിന്നെ മാറ്ററിനകത്ത് തന്നെ വരുന്നതാണ് ഈ എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പോസ്റ്റുലേറ്റ് ആണ്. അതുപോലെ അറ്റോമിക് മോളിക്കുലർ മാസ് ജസ്റ്റ് പ്രോബ്ലംസ് ബേസ് ആയിട്ടുള്ളതും, പിന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ പ്രോബ്ലമാണ്, പിന്നെ എംപിറിക്കൽ ഫോർമുല, അതുപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, പിന്നെ സ്റ്റോയിക്കോമെട്രി. ഇത്രയാണ് നമ്മൾ ആ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാറ്റർ, എന്താണെന്ന് നോക്കാം. മാറ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മാറ്റർ? ഓക്കെ, സോ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മാറ്റർ ആണ് അല്ലേ. സോ ഈ ഒരു സ്റ്റൈലക്സ് എന്ന് പറയുമ്പോൾ ഒരു മാറ്റർ ആണ്. സോ ഈ ഒരു മാറ്റർ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റംസ് ആണ്. നമുക്ക് കാണാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ് ആറ്റംസ്. സോ കണ്ണിട്ടാൽ കാണത്തില്ലല്ലോ ആറ്റംസ്. സോ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പറയുന്ന അനുസരിച്ചായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പർട്ടിക്കുലർ ആറ്റംസ് ആണ് ഏറ്റവും ചെറുത്. ഇപ്പം ഇതിപ്പോൾ ഒരു മാറ്റർ ആണ്. ഓക്കെ, ഇതൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കും. ഒരു വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ബ്ലോക്ക് ആണ് കൺസിഡർ. സോ ഈ മെറ്റാലിക് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ മെറ്റൽ, ഇപ്പം ഒരു കോപ്പറിന്റെ അല്ലെങ്കിൽ ഒരു അയൺ ബ്ലോക്ക് ആണ് മനസ്സിലായി. സോ അയൺ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അയൺ ആണ് അതിനകത്ത് ഒരു എലമെന്റ് വരുന്നത് അല്ലേ. സോ ആ അയൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ മാറ്റർ. സോ അതിനകത്തെ ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അയൺ ആണ്. ഓക്കെ, സോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ ആണ്. സോ കൺസിഡർ എക്സാമ്പിൾ ആണ്. സോ FeOH ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആറ്റംസ് ഉണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഉണ്ടാക്കി ഈ ഒരു മാറ്റർ, ഇതൊരു മാറ്റർ നമുക്ക് വിളിക്കാം. സോ ഈ ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ് പറയാൻ പറ്റും. അപ്പോൾ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നതനുസരിച്ച്, പുള്ളി പറഞ്ഞതനുസരിച്ച് ഏറ്റവും ചെറിയ സാധനം ആറ്റമാണ്, അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കേസ് അതാണ്, ഏറ്റവും ചെറുതാണോ ആറ്റം? അല്ല. ആറ്റത്തിന്റെ റേഞ്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 10⁻⁻10 മീറ്റർ ആണ് ആറ്റത്തിന്റെ ആ ഒരു സൈസ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ന്യൂക്ലിയസ് മനസ്സിലായി. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? 10⁻15 ആണ് ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിന്റെ സൈസ്. അതായത് 10⁻15 മീറ്റർ അല്ലെങ്കിൽ 1 ഫെർമി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, 10⁻15 ഫെർമി. അതുപോലെ 10⁻10 എന്ന് പറയുമ്പോൾ ആംസ്ട്രോങ് ആണ്. ഓക്കെ, ആ ഒരു റേഞ്ചാണ് നോക്കേണ്ടത്. അപ്പം ആറ്റം, ഡാൽട്ടൺ പറഞ്ഞതനുസരിച്ച് ഈ ഒരു പർട്ടിക്കുലർ ആറ്റം വരെയായിരുന്നു ഏറ്റവും ചെറിയ സബ്സ്റ്റൻസ്. ഓക്കെ, പക്ഷെ പിന്നീടുള്ള സ്റ്റഡീസ് ഒക്കെ വന്നു കഴിഞ്ഞാണ് ആറ്റത്തിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. എന്ത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതും അല്ലാതെ അതിന് പിന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ആക്കാം. ഓക്കെ, ഇപ്പം EPM എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഉണ്ട് ക്വാർക്സ്, ബയോൺസ്, മീസോൺസ്, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആറ്റമാണ് ഏറ്റവും ചെറുത്. അതിലും സൈസ് കുറഞ്ഞ സംഭവങ്ങളാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം വെച്ചാണ്. സോ ഇത് അല്ലാതെ നമുക്ക് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ മാറ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ, മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെന്ന് പറയുമ്പോൾ മിക്സ്ചർ ആണ്, മിക്സ്ചർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്യുവർ കോമ്പൗണ്ട് അല്ല പ്യുവർ സബ്സ്റ്റൻസ്. സോ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താണ് ഒരു മിക്സ്ചർ അല്ലെങ്കിൽ എന്താണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ്. സോ മിക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള മിക്സ്ചർ തന്നെ എടുക്കാം. ഒരു ഫുഡ് ഐറ്റമാണ് മിക്സ്ചർ അല്ലേ. സോ ആ മിക്സ്ചറിനകത്ത് എന്താണ് പല പല സംഭവങ്ങളാണ് ഒരു പർട്ടിക്കുലർ മിക്സ്ചർ എടുക്കുവാണെങ്കിൽ. ഇപ്പം പീനട്ട് ഉണ്ട്, അതുപോലെ വേർമിസിലി, പല
ഷേപ്പായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാവല്ലേ ആ ഒരു ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത്. സോ അതിനകത്തെന്ന് പറഞ്ഞാൽ പല കോമ്പൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അതെല്ലാം പല ഇതാണ്. സോ അതിനകത്ത് എന്താണ് മിക്സ്ചറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം പ്യുവർ സബ്സ്റ്റൻസ് എടുക്കുവാണെങ്കിൽ എന്താണ് പ്യുവർ സബ്സ്റ്റൻസിന് ഇതിനെ രണ്ടിനെ നമുക്ക് പിന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ മിക്സ്ചറിനെ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ്. ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ്. അതുപോലെ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്. ഓക്കെ, എലമെന്റ്സും കോമ്പൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി മിക്സ്ചറിന് അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്. സോ ഇവിടെ പ്യുവർ സബ്സ്റ്റൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എലമെന്റ്സും കോമ്പൗണ്ട്സും ഉണ്ട്. സോ എലമെന്റ് എന്താണ്? നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 118 എലമെന്റ്സ് ഉണ്ട് അല്ലേ. സോ സ്റ്റാർട്ടിങ് ഫ്രം ഹൈഡ്രജൻ തൊട്ട് ഏറ്റവും അവസാനം ഉള്ള യു വെൽച്ചോ ഉള്ള ഇതാണ് ഏറ്റവും അവസാനം വരുന്നത്. സോ അതാണ് ബേസിക്കലി എലമെന്റ്സ്. 118 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ എലമെന്റ്സ് എന്ന് പറയുന്നത് പലതും പല റിയാക്ടിവിറ്റി ഉള്ളതാണ്. ചിലത് മെറ്റലാണ്, ചിലത് നോൺ മെറ്റലാണ്, ചിലത് മെറ്റലോയിഡ് ആണ്, പിന്നെ ചിലത് ഗ്യാസസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, ചിലത് സോളിഡ് ആയിട്ട്, അതുപോലെ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് മെർക്കുറി. ഓക്കെ, ഇതൊക്കെയാണ് എലമെന്റിന്റെ ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ആണ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ. വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, പിന്നെ മിക്സറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഹോമോജിനസും ഉണ്ട്, ഹെട്രോജിനസും ഉണ്ട്. ഹോമോജിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസസ് ഒക്കെ ഒരു നമുക്ക് കാണാൻ പറ്റത്തില്ല. മീൻസ് അത് മിക്സ് ആക്കി കിടക്കുന്ന പോലെ നമുക്ക് ആ ഒരു ഹോമോജിനസ് ഇതിലായിരിക്കും കിടക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാട്ടർ വേണം, ഒരു ഷുഗർ സൊല്യൂഷൻ ഈ ഒരു ഷുഗർ സൊല്യൂഷൻ കൺസിഡർ അല്ലെങ്കിൽ ഞാനുള്ളൊരു ഇത് വരയ്ക്കാം. ഇതിനകത്തെ ഷുഗർ സൊല്യൂഷനാണ് അല്ലേ. സോ എന്താണ് ഈ ഒരു ഷുഗർ സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മേൽഭാഗത്ത് ഇതിനകത്ത് കുറച്ച് എയറിൻ്റെ ഇതുമുണ്ട് അല്ലേ. സോ അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എയർ ഉണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എയറിൻ്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എയറിൻ്റെ മോളിക്യൂൾസ് ഒക്കെ വരും. സോ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ പല മീഥെയിനുണ്ട്. അത് പല ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറാണ് എയർ എന്ന് പറഞ്ഞാൽ. സോ എയർ എന്ന മിക്സ്ചറും അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് വരുമ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സപ്പോസ് ഹെട്രോജനസിൻ്റെ കേസ് പറയാം. ഹെട്രോജനസ് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സംഭവങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റിനകത്ത് എന്താണ് സോൾട്ടും അതുപോലെ ഷുഗറും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തു, അതിനകത്ത് സോൾട്ടും ഉണ്ട്, കുറച്ച് ഷുഗറും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്തു. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം ഷുഗർ ആണെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്റ്റൽസ് ആയിട്ട് കിടക്കും, അതുപോലെ സോൾട്ട് ആണെങ്കിൽ പൗഡർ ഫോമിലായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടും നമുക്ക് ഇപ്പോൾ പൗഡർ ഫോമിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഷുഗർ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. സോ ആ ഒരു പൗഡർ വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ എന്താണ് രണ്ടും വെച്ചാൽ നമുക്ക് പാടാണ്. സോ ഇറ്റ്സ് എ ഹെട്രോജനസ് മിക്സ്ചർ. പക്ഷേ ഈ ഒരു ഹെട്രോജനസ് മിക്സ്ചറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇപ്പം ഫിൽട്രേഷൻ, അതുപോലെ ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ CV ഇതൊക്കെ എടുക്കത്തില്ലേ, അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഡിസ്റ്റിലേഷൻ, ക്രിസ്റ്റലൈസേഷൻ, പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇവരെ നമുക്കങ്ങനെ പാടാണ്. ഇതാണ് ബേസിക്കലി ഹോമോജിനസ് മിക്സ്ചറും അതുപോലെ ഹെട്രോജനസ് മിക്സ്ചറും. ഓക്കെ, പിന്നെ സെക്കൻഡ് കേസാണ് പ്യുവർ സബ്സ്റ്റൻസ്. അതായത് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു എലമെന്റ്സ് ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എലമെന്റ്സ് പറയുവാണെങ്കിൽ എലമെന്റ്സ് ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു എലമെന്റ് ആണ്. ഹൈഡ്രജൻ ഈസ് ആൻ എലമെന്റ്, ഓക്സിജൻ ഈസ് ആൻ എലമെന്റ്, ഇപ്പം കാർബൺ ഈസ് ആൻ എലമെന്റ്. ഓക്കെ, അപ്പം കോമ്പൗണ്ട് എന്നാണ്. ഇപ്പം ഇവിടെ ഹൈഡ്രജൻ ഈ ഒരു ഓക്സിജനും ഉണ്ട്, അതുപോലെ അത് കമ്പൈൻ ചെയ്ത എന്താണ് ഇപ്പം H2 ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ് H2. ഓക്കെ, രണ്ട് അതിനൊരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ട്. ഒരു കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 2 മോളിക്യൂൾസ് ഇവിടെ നോക്കുകയാണെങ്കിൽ H2 plus O2 ആണെങ്കിൽ 2H2 എന്ന് പറയാം അല്ലേ. ബാലൻസ് ഇക്വേഷൻ വരുമ്പോഴേക്കും 2H2 plus O2 കിട്ടി 2H2. അതായത് 2 മോളിക്യൂൾ H2 ഒരു ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താണെന്ന് ആ ഒരു പർട്ടിക്കുലർ ഇത് വരുന്നത്. ഈ H2 എങ്ങനെ വന്നത്? ഒരു ഹൈഡ്രജൻ വേറൊരു ഹൈഡ്രജൻ മീൻസ് ആറ്റം കൂടെ അല്ലെങ്കിൽ എലമെന്റൽ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് ബേസിക് ആയിട്ട്. സോ എലമെന്റ് ആണ് ഏറ്റവും സിംപിളസ്റ്റ് ഫോം നമുക്ക് പറയാൻ പറ്റും.
ഒരു ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എലമെൻ്റ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ഇവിടെ എലമെൻ്റൽ ഹൈഡ്രജൻ ആണ് നിൽക്കുന്നത്. ഈ രണ്ട് എലമെൻ്റൽ ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്താണ് മോളിക്കുലർ ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. സോ ആ ഒരു മോളിക്കുലർ ഹൈഡ്രജനും ഓരോ മോളിക്കുലർ ഓക്സിജനുടെ 2 മോളിക്കുലർ ഹൈഡ്രജനും അതുപോലെ ഒരു മോളിക്കുലർ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് എന്താണ് ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഉണ്ടായി 2 മോളിക്യൂൾസ് ഓഫ് H2O ഉണ്ടായി നമുക്ക് പറയാൻ പറ്റും. സോ അത്രയാണ് ബേസിക് ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ കോമ്പൗണ്ട്സ് പല ഇപ്പം ഞാൻ പറഞ്ഞ പ്രൊപ്പോർഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതിനകത്ത്. ഇപ്പോൾ പ്രൊപ്പോർഷൻ മാറും. ഇപ്പം H2O2 ഇപ്പം H2O എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് 1 മോൾ അല്ല ഓക്സിജനേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം H2O2 നോക്കുകയാണ് 2 മോൾസ് കമ്പൈൻ ചെയ്യും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ H2O2ൻ്റെ കേസ് ആണെങ്കിൽ H2 plus O2 will give what? H2O2. ഓക്കെ, അവിടെ രണ്ടും സെയിം സംഭവമാണ് വരുന്നത്. അപ്പം അവിടെ സംഭവം തന്നെ മാറിപ്പോയി. ഒന്ന് വാട്ടർ ആയിരുന്നു, ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിപ്പോയി. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ അത്രയാണ് ബേസിക്കലി മാറ്ററിനെ പറ്റി പറയുന്നത്. പിന്നെ നമുക്ക് ഒരു ഇതുകൂടെ നോക്കാം. അതായത് അടുത്ത് നോക്കുന്നത് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ്. സോ ഫസ്റ്റ് ഒരു 4 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം ഓൾ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. എല്ലാ മാറ്ററും ആറ്റം വെച്ചാണ് മെയ്ഡ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞതാണ്. പിന്നെ ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ. അതായത് അവരെ ഇപ്പം ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ഇപ്പം ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വുഡിൻ്റെ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. നമുക്കതിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചില മെത്തേഡ്സ് ഒക്കെ വെച്ച് അതിനെ പല ഇതാക്കി മാറ്റാൻ പറ്റും. പക്ഷേ എന്നാലും അതിനകത്ത് സംഭവങ്ങളെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. ദേ ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. പിന്നെ ഇൻഡിവിസിബിൾ. കാണാൻ പറ്റുമോ? ഇല്ല. 10⁻⁻15 ഒക്കെ നമുക്ക് കാണാൻ പോയാൽ നമ്മുടെ കണ്ണിന് പോലും പിടിക്കത്തില്ല സംഭവങ്ങളാണ്. സോ അത് പറ്റത്തില്ല. അപ്പം ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. പിന്നെ ദേ ആർ ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ. സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഇപ്പം നമ്മളൊരു എലമെന്റ് കൺസിഡർ ചെയ്യും. ഗിവൺ എലമെന്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഓക്സിജൻ കൺസിഡർ ചെയ്യാം. ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ്. ഇപ്പോൾ ഒരു ഓക്സിജൻ ഒരു എലമെന്റ് ആണ്. സോ ആ ഒരു ഓക്സിജനിലെ എല്ലാ ആറ്റത്തിനും ഐഡന്റിക്കൽ മാസും പ്രോപ്പർട്ടീസും ആണ്, അല്ലേ? അപ്പം ഇതിനകത്ത് ഇപ്പം O8 ആണ് പറഞ്ഞു. സോ വേറൊരു O8 വന്നാലും സെയിം പ്രോപ്പർട്ടീസ് ആണ്, അല്ലേ? ഡിഫറെൻറ്റ് സംഭവങ്ങളൊന്നും വരുന്നില്ല. അതായത് ഓരോ O8ഉം ഒരു O8ഉം കൂടെ കമ്പൈൻ ചെയ്ത് മീൻസ് O8 എന്ന് പറയുന്നത് അറ്റോമിക് മാസാണ്, മീൻസ് അറ്റോമിക് നമ്പറാണ്. അതായത് ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ്. ഇവർ രണ്ടും ഓക്സിജൻ ആണ്. അവർക്ക് പ്രോപ്പർട്ടീസ് സെയിം ആണ്, മാസ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. ഇതിൻ്റെ ഡിഫറൻറ്റ് വരുന്നത് എവിടെയാണ്? ഐസോട്ടോപ്പിൻ്റെ കേസിലൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഐസോബാറിൻ്റെ കേസിൽ വരുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് 2 or more കോഫറന്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? H2O നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താണ് H2O ഉണ്ടാകുന്നത്. 2 or more different kind of atoms. Chemical reaction is a rearrangement of atom. അപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ആറ്റംസിൻ്റെയൊക്കെ റീഅറേഞ്ച്മെൻറ്റ് വെച്ച് എഴുതുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഇതൊരു റിയാക്ഷൻ ആണ്, അല്ലെ? കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ഇത് തിരിച്ചെഴുതാം. H2 plus O2 will give H2. സോ റീഅറേഞ്ച്മെൻറ്റ്. ആറ്റംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇപ്പം ഇവിടെ നോക്കുന്ന O2 ആയിരുന്നു, ഇവിടെ OA. സോ ആ ഒരു ബേസിലാണ് ഈ ഒരു പർട്ടിക്കുലർ ആറ്റംസ് അറ്റോമിക് തിയറി വരുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. മാറ്ററിനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മാറ്റർ. ഒരു മാറ്ററിന് എക്സാമ്പിൾ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആ ഓപ്ഷൻസ് കാണാമെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് ക്ലാരിറ്റി വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഹീലിയം ബലൂൺ ആണ്. സെക്കൻഡ് സാൻഡ്, സീ വാട്ടർ, വീൽ ബാരോ റോളിംഗ് ഓൺ ദ ഹിൽ, ലൈറ്റ് ഫ്രം എ ഫ്ലൂറസെന്റ് ബൾബ്. സോ എന്താണ് മാറ്റർ എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അത് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഹീലിയം ബലൂൺ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിനകത്ത് അത് മാറ്ററാണ്. കാരണം ഹീലിയം ഗ്യാസ് ആണ്. അതിനൊരു ഒബ്വിയസ്ലി ഒരു എന്താണ് ഒരു മാസ് ഉണ്ട്. പിന്നെ അത് ഒക്കുപ്പൈ ചെയ്തിങ്ങനെ കുറച്ച് ഇടമുണ്ട്. സോ മാറ്ററിന് ഒക്കുപ്പൈ ചെയ്ത് കുറച്ച് ഇടവും വേണം, അതുപോലെ അതിനൊരു പർട്ടിക്കുലർ മാസും ഉണ്ട്. ബേസിക് കാര്യമാണ്, അത് അറിഞ്ഞിരിക്കണം. അപ്പം നോട്ട് ആൻ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ആൻ എക്സാമ്പിൾ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് ഹീലിയം എക്സാമ്പിൾ ഓഫ് മാറ്റർ തന്നെയാണ്. സാൻഡ് സെയിം സംഭവമാണ്. അതിനൊരു മാറ്ററും ഒരു പർട്ടിക്കുലർ എന്താണ് വെയിറ്റ് ഉണ്ട്, അതിന് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. സീ വാട്ടർ ഒബ്വിയസ്ലി വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ചർ ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത് മിക്സ്ചറാണ്, അത് പ്യുവർ വാട്ടർ അല്ലല്ലോ.
അതായത് നമ്മൾ അതിനകത്ത് പല കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അതുമല്ല. പിന്നെ വീൽ ബാരോ റോളിങ് ഓൺ ദ ഹിൽ. വീൽ ബാരോ റോളിങ് ഓൺ ദ ഹിൽ. സോ വീൽ ബാരോ റോളിങ് ഓൺ ദ ഹിൽ ഈ ഒരു പർട്ടിക്കുലർ കേസ് വരുമ്പോഴത്തേക്കും അവിടെ റോളിങ് ആണ് നടക്കുന്നത്. അതായത് കുറച്ച് എനർജിയാണ് അവിടെ പോകുന്നത്. റോളിംഗ് എന്ന് പറയുമ്പോൾ എനർജിയാണ്. ഇപ്പോൾ വീൽ ബാരോ മാത്രം ചോദിച്ചിരുന്നെങ്കിൽ എന്താണ്, അത് ഒബ്വിയസ്ലി മാറ്ററാണ്. കാരണം അതിന് കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷേ വീൽ ബാരോ റോളിംഗ് ഓൺ ദ ഹിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് കറങ്ങുവാണ്, അതിൻ്റെ മോഷനെയാണ് പറയുന്നത്. സോ അവിടെ ഒരു എനർജി ട്രാൻസ്ഫറൻസ് ആണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മാറ്റർ, എനർജിയാണ്. ഓക്കെ. പിന്നെ ലൈറ്റ് ഫ്രം എ സോഴ്സ് ഓഫ് ഫ്ലൂറസെൻ്റ് ബൾബ്, അതും മാറ്ററിൻ്റെ ഇതല്ല. കാരണം ലൈറ്റ് അവിടെ ഒരു എനർജി ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. സോ ഫ്ലൂറസെൻ്റ് ബൾബ് മാത്രം പറയുക നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഫോം ഓഫ് മാറ്റർ. അതായത് വീൽ ബാരോ റോളിംഗ് ഓൺ ദ ഹില്ലും അതുപോലെ ലൈറ്റ് ഫ്രം എ ഫ്ലൂറസെൻ്റ് ബൾബും നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മാറ്റർ ആണ്. പിന്നെ മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ കോമ്പോസിഷൻ ഓഫ് മാറ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സാമ്പിൾ ഓഫ് പ്യുവർ കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ പ്യുവർ കോമ്പൗണ്ട് കണ്ടപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? എലമെൻ്റൽ ഫോംസ് കണ്ടു, അതുപോലെ എന്താണ് ഒരു കോമ്പൗണ്ടും കണ്ടു. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഓയിൽ ആൻഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇസ് എ മിക്സ്ചർ അല്ല. പിന്നെ സെനോൺ ഗ്യാസ്, ഷുഗർ വാട്ടർ, അമോണിയ, എയർ, ലിക്വിഡ് മെർക്കുറി. പിന്നെ ഓയിൽ വാട്ടർ ഞാൻ പറഞ്ഞു അല്ല. ഇവിടെ പ്യുവർ കോമ്പൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ സെനോൺ ഗ്യാസ് ആണ്. സെനോൺ ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും എലമെൻ്റൽ ഫോംസ് ആണ് സെനോൺ ഗ്യാസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അതല്ല. പിന്നെ ഷുഗർ വാട്ടർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഹോമോജീനസ് മിക്സ്ചറാണ്. അടുത്തതാണ് അമോണിയ. അമോണിയ എന്താണ്? അമോണിയ ഒരു പ്യുവർ കോമ്പൗണ്ടാണ്. കാരണം അതൊരു കോമ്പൗണ്ടാണ്, ഹൈഡ്രജനും അതുപോലെ നൈട്രജനും കമ്പൈൻ ചെയ്താണ് ആ ഒരു പർട്ടിക്കുലർ അമോണിയ ആണ്. സോ ഇറ്റ്സ് ഒബ്വിയസ്ലി എ കോമ്പൗണ്ട്. ഓക്കെ. പിന്നെ എയർ നമുക്കറിയാം മിക്സ്ചറാണ്. ലിക്വിഡ് മെർക്കുറി എലമെൻ്റൽ ഫോമിലാണ് മെർക്കുറി. മെർക്കുറി ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം നമുക്ക് പറയാൻ പറ്റും. ലിക്വിഡ് മെർക്കുറി എന്ന് ജസ്റ്റ് ഇത് നമ്മളെ കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നതാണ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് അമോണിയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് സാമ്പിൾ ഓഫ് മാറ്റർ. ഒരു സാമ്പിൾ ഓഫ് മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. സോ ഫിസിക്കൽ പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടി എന്നാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒന്നുകിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് റിവേഴ്സ് ആയിരിക്കും, അല്ല നമുക്ക് ഒബ്സർവ് ചെയ്ത് കാണാനും പറ്റും. കെമിക്കൽ എന്ന് പറയുമ്പോൾ റിവേഴ്സബിൾ ആയിരിക്കത്തില്ല. ഓക്കെ. ഇപ്പോൾ വാട്ടർ ടേണിംഗ് ഇൻടു ഐസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. കാരണം റിവേഴ്സബിൾ റിയാക്ഷൻ ആണ്. അത് വാട്ടർ ഐസ് ആവും, ഐസ് തിരിച്ച് വാട്ടർ ആകാം. ഓക്കെ. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. പിന്നെ കമ്പോസിഷൻ ഓഫ് പ്രൊപ്പൈൻ ടു ക്രിയേറ്റ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ഹീറ്റ്, അത് അവിടെ കുറേ നഷ്ടപ്പെട്ടു പോവുക. സോ ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. അയൺ ക്യാൻ ടാർണിഷ് ബൈ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. സോ അയൺ ടാർണിഷ് അല്ലെങ്കിൽ റസ്റ്റ് ഒക്കെ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റും. സോ റസ്റ്റ് ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. കുറേയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഭവം മെത്തേഡ്സ് വെച്ച് നമുക്ക് റിഡക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പഴയ ഫോമിലിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കുറേ കോസ്റ്റ്ലി അങ്ങേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓൾസോ എ ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. ഗോൾഡ് ഇസ് എ ഷൈനി യെല്ലോ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. കോപ്പർ ഓക്സിഡൈസസ് ആൻഡ് ഫോം കോപ്പർ ടു ഓക്സൈഡ്സ്. സോ ഗോൾഡ് ഇസ് എ ഷൈനി. ഇതെല്ലാം നോക്കുവാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ല, കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. സോ അയൺ ഇസ് എ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗോൾഡിൻ്റെ അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടി. കോപ്പർ ഓക്സിഡൈസ് ആൻഡ് ഫോംസ് കോപ്പർ ടു ഓക്സൈഡ്. സോ ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ മാത്രം നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ സബ്സ്റ്റൻസ്? എലമെൻറ്റ്. കാരണം കെമിക്കൽ ഫോർമുല നോക്കുകയാണെങ്കിൽ അതിനകത്ത് പല സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പം ഈ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഒരു എലമെൻ്റൽ ഹൈഡ്രജനും ഒരു എലമെൻ്റൽ ഹൈഡ്രജനും കമ്പൈൻ ചെയ്താണ് ഒരു മോളിക്കുലർ ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. സോ എലമെൻ്റ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയാൻ പറ്റും. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. കോമ്പൗണ്ടിന് എക്സാമ്പിൾ അല്ലാത്തതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഹീലിയം ഗ്യാസ്. റിമൈനിങ് അമോണിയ കോമ്പൗണ്ടാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് കോമ്പൗണ്ട്. ടേബിൾ ഷുഗർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഗ്ലൂക്കോസ് ആണ് അല്ലേ. സോ ഇറ്റ് ഇസ് നോട്ട് എ എലമെൻ്റ് എന്ന് പറയാൻ പറ്റും, കോമ്പൗണ്ട് ആണെന്ന് പറയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ട്രൂ അബൌട്ട് എലമെന്റ്സ് ഓർ ഹോമോജീനസ് ഇൻ നേച്ചർ, സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാറ്റർ. ഒബ്വിയസ്ലി ഇത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാറ്റർ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ ഇത് നാച്ചുറൽ ഓക്കറിങ് എല്ലാം ആയിരിക്കണമെന്നില്ല. ചില എലമെന്റ്സ് ഒക്കെ നമ്മൾ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത് പറയാൻ പറ്റില്ല. ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിംപിൾ സബ്സ്റ്റൻസ്. പിന്നെ സിംപിൾ സബ്സ്റ്റൻസ് ആക്കാൻ പറ്റത്തില്ല. പിന്നെ ഹോമോജീനസ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ. സോ
ഇത്രയാണ് നമ്മൾ മാറ്ററിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇതിനെ പറ്റി പറയുന്നത്, മാറ്ററിനെ പറ്റി പറയുന്നത്. നമ്മളിന്ന് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി നോക്കി, അതുപോലെ മാറ്റർ നോക്കി. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.